കൂട്ടത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, വലിയ രസം എന്താ പറയുക, മുജാഹിദും തമ്മിൽ ഈ അടുത്തൊരു സംവാദം നടത്തി. അതായത് മുജാഹിദ് രണ്ടായിരുന്നു. ഇപ്പൊ മുജാഹിദ് രണ്ടായപ്പോ മൗലവി ഗ്രൂപ്പും മടവൂര് ഗ്രൂപ്പും തമ്മില് ഒരു സംവാദം നടന്നു മഞ്ചേരി. 5 കേസറ്റ് ഉണ്ട് എന്റെ അടുത്തുണ്ട്. ആ 5 കേസറ്റ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. 5 കേസറ്റ് എങ്ങനെ കേൾപ്പിച്ചാൽ അതിൽ നമ്മളെ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് കേൾപ്പിക്കും. 4 രസമുള്ളതാണ്. ഒരു സ്ഥലത്ത് മൗലവി പറയുന്നത്, നിങ്ങളല്ലേ നമ്മളെ കൊണ്ട് പണ്ട് കള്ള നോട്ടീസ് ഈ കാന്തപുരത്തിനെതിരെ ഇറക്കിച്ച്? മൗലവിമാർ പരസ്പരം വാദപ്രതിവാദം. നിങ്ങളല്ലേ നമ്മളോട് ആരും കാണാണ്ട് രാത്രി ഒട്ടിക്കാൻ പറഞ്ഞു? എന്നെ നമ്മൾ പോയി ഒട്ടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ പോയി ഇതാരാ ഒട്ടിച്ചെന്ന് ചോദിക്കണോന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയല്ലേ? അല്ലെ? എന്നിട്ടോ അരീക്കോട് നമ്മൾ ഒട്ടിക്കുമ്പോ എപ്പിസുണ്ണിയോ നമ്മളെ തല്ലിയില്ലേ? നിങ്ങളല്ലേ നമ്മളെ തല്ലിച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നോട്ടീസും കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാടുണ്ട്. എല്ലാ കള്ളത്തുറും ഞാൻ നാദാപത്തിൽ കാണിച്ചിരുന്നത് എന്റെ നാടല്ലേ. ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു വളണ്ടിയർ കോർ പങ്കെടുത്തിട്ടുണ്ട്, നേതാക്കൾ അറിഞ്ഞിട്ടുണ്ട്, സർക്കുലർ അയച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വളണ്ടിയർ കോർ വിമർശിക്കപ്പെടുമെന്ന് അറിയുന്ന ബിരുദന്മാർ ഇതിൽ സ്വകാര്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയേണ്ടി വന്നാൽ പറയാൻ വേണ്ടി അവസരം ഉണ്ടാക്കി വെച്ചു. 1988 സർക്കുലർ അയച്ചു. പക്ഷേ ISM-ൽ ഞങ്ങളൊക്കെ വയ്യത്ത് ചെയ്യുന്നത് 93-ലാണ്. അതുവരെ 5 വർഷം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? അണിയറയിൽ ആളുകളെ ശരിപ്പെടുത്തുകയായിരുന്നു. പിന്നെ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ APയുടെ നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരവുമായിരുന്നു. വ്യാജ പോസ്റ്റ് ഒട്ടിച്ചു വളണ്ടിയർ കോറിന്റെ പേരിൽ. കാരന്തൂർ മർക്കസിന്റെയും സുന്നി ടൈഗർ ഫോഴ്സിന്റെയും ഇഹ്സാനിയുടെയും ഷെയ്ഖുനയുടെയും ഭീകരതയുടെ മുഖം വിശ്വസിച്ചെങ്കിയ പോലീസിന് അഭിവാദ്യങ്ങൾ. ചേകനൂർ കൊലപാതകം, സൂത്രധാരൻ കാന്തപുരം മുസ്ലിയാരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസന്വേഷണം വഴിതിരിച്ചുവിടാൻ 1 കോടി നൽകിയത് അന്വേഷിക്കുക, 8 കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർ മർക്കസ് 7 വിശദാംശങ്ങൾ പുറത്തുവിടുക, അണികളെ പരിരക്ഷ രക്ഷപ്പെടാൻ തന്ത്രം മെനയുന്ന ഷെയ്ഖുനെ തിരിച്ചറിയുക, രാജ്യത്ത് സംഘർഷവും വിഭാഗീയതയും നടത്തുന്നതിനെതിരെ അധികൃതരും സമൂഹവും ഉണരുക. പൗരാവകാശ വേദി കോഴിക്കോട് ഈ പോസ്റ്റർ നാടിനെ ഒട്ടിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടത്തിറങ്ങാനും പാടില്ല. പകൽ തന്നെ നോക്കി നിന്നിട്ട് ആരതാടാ ഈ പോസ്റ്റർ, ഏതാടാ ഇവിടെ പൗരാവകാശ വേദി, ഇതാരാടാ ഇവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടു കൂടി ഞങ്ങൾ തന്നെ വായിക്കുകയും വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിംകളുടെ കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഏതാനും പ്രവർത്തകർ ഈ ക്യാമ്പസിൽ വരികയും എവിടെയാണ് എന്ന് 2 വ്യക്തികളെ ISM വളണ്ടിയർ കോറിന്റെ 2 നേതാക്കൾ അന്വേഷിക്കുകയും ചെയ്തു. അവരെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള പോസ്റ്ററുകൾ കണ്ടത് മുഴുവൻ ചീന്തിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ധർണ സംഘടിപ്പിച്ചു. മലപ്പുറത്ത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളണ്ടിയർ കോർ ഉപയോഗിച്ച് അമുസ്ലിങ്ങളെ പോലും കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി മലപ്പുറത്ത് ധർണ സംഘടിപ്പിച്ചു. ചേകനൂർ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കുക, മതപ്രബോധന സ്വാതന്ത്ര്യം നിലനിർത്തുക, പൗരാവകാശ സമ്മേളനം എടപ്പാൾ, മലപ്പുറം, കോഴിക്കോട്, പ്രകടനം, ധർണ, പൊതുസമ്മേളനം, പൗരാവകാശ സംരക്ഷണ വേദി കോഴിക്കോട്. ഈ പോസ്റ്ററുകളുടെയും പരിപാടികളുടെയും പേരിൽ എത്ര തല്ലി കിട്ടി. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മുജാഹിദ് പ്രവർത്തകരെ കാന്തപുരം സുന്നികളും പോലീസും പൊതിരെ തല്ലി ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ സംസാരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 10 സ്വലാത്തിൽ നമുക്ക് ഇന്ന് ദുആ ചെയ്ത് പിരിയണം.